ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ ക്യൂറിങ് കാസ്റ്റ് എന്നുള്ള കവിതയെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ക്യൂർ എന്ന് പറഞ്ഞാൽ രോഗശമനം എന്നാണ് അർത്ഥം. അതായത് ക്യൂറിങ് കാസ്റ്റ് എന്ന് പറയുന്നത് ജാതി എന്ന രോഗത്തെ ശമിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. ഈ കവിതയിൽ സഹോദരൻ അയ്യപ്പൻ പറയുന്നതെന്ന് വെച്ചാൽ ജാതി എന്ന രോഗത്തെ രണ്ട് തരത്തിൽ നമുക്ക് ഇല്ലാതാക്കാം. ഒന്ന്, അകത്തു നിന്ന് നമുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാം, അതേപോലെ പുറത്തു നിന്നും ഇല്ലാതാക്കാം. അപ്പോൾ പുറത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ പുറത്ത് ജാതി കാണിക്കാതെ നടക്കുന്നത് എന്ന് പറയുന്നത് പുറത്തൊരു ഓയിൽമെൻറ്റ് ഉപയോഗിക്കുന്ന പോലെയാണ്. അത് സ്ഥിരമല്ല. അത് ഉള്ളിലേക്ക് പിൻവാങ്ങുകയും അത് കൂടുതൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഒരിക്കലും അത് സ്ഥിരമായുള്ള ഒരു കാര്യമല്ല. അതേപോലെ തന്നെ ജാതി ഉള്ളിലേക്ക് ഒതുക്കിയ അവരുടെ ലക്ഷണങ്ങളായിട്ട് ജ്ഞാനികൾ പറയുന്നത് ഹെയ്റ്റ്, ഗോസിപ്പ് ആൻഡ് നാഷണലിസ്റ്റ് റിട്ടോറിക് എന്ന് പറയുന്ന 3 ലക്ഷണങ്ങളാണ്. അതായത് ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പ്, ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ അപവാദങ്ങൾ, അതേപോലെ തന്നെ നാഷണൽ റിട്ടോറിക് എന്ന് പറഞ്ഞാൽ കപടമായ ദേശീയവാദങ്ങൾ. അപ്പോൾ വെറുപ്പും അപവാദങ്ങളും കപടമായ ദേശീയവാദങ്ങളും ഉന്നയിക്കുന്നവരാണ്. അവരുടെ ഉള്ളിലാണ് ഈ ഒരു ജാതീയത വീണ്ടും ഉണ്ടാവും. പുറമേ ജാതീയത കാണിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഈ ഒരു ജാതീയത ഉണ്ടാവുമെന്ന് ജ്ഞാനികൾ പറയുന്നു. പുറമേ ജാതി കാണിക്കാതെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രസംഗവിദ്വാൻമാരായ രാഷ്ട്രീയക്കാർക്ക് ശോഭനമായ ഒരു ഭാവിയുണ്ട് എന്നും കൂടി സഹോദരൻ അയ്യപ്പൻ പരിഹസിക്കുന്നുണ്ട് ഈ ഒരു കവിതയിൽ. അതേപോലെ തന്നെ ചിലർ ജാതിയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ജാതി വേണ്ട, ജാതിയെ ശപിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നില്ല. അതായത് ചിലർക്ക് ജാതി എന്ന് പറയുന്ന ഒരു ശാപമാണ്. പക്ഷെ അതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും തുടച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊന്നും അവർ നടത്തുന്നില്ല. അതൊരു ശാപമാണ് എന്ന് അവർക്കറിയാം. അതായത് അവർ ചെയ്യുന്നത് എന്ന് പറയുന്നത് തീ അണയ്ക്കാതെ അതിനെ ഊതി ശമിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും ഇല്ലാതാവുകയില്ല. ജാതിയെ പുറത്ത് നിന്ന് മാത്രമല്ല അകത്ത് നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ ജാതിയോടുള്ള ഒരു വിശ്വാസത്തെ തന്നെയാണ് ഇല്ലാതാക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് തത്വങ്ങളുണ്ട്. അതായത് ജാതിയാണ് സത്യം, ജാതിയാണ് ധർമ്മം, ജാതിയാണ് പുണ്യം, ജാതിയെ തകർക്കുന്നത് നിഷിദ്ധമായ ഒരു കാര്യമാണ്, ജാതി ഇല്ലാത്തത് നാണക്കേടാണ് എന്നുള്ള ഈ തത്വങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കേണ്ടത്. അതായത് ഇങ്ങനെയുള്ള തത്വങ്ങൾ, അതായത് ജാതിയാണ് സത്യം, ജാതി തന്നെയാണ് ധർമ്മം, ജാതിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഈ ഒരു തത്വത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ജാതിയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ പറ്റുള്ളൂ. പുറമേ മാത്രം ജാതി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അകവും കൂടി ഇല്ലാതായാൽ മാത്രമേ, അകവും കൂടി ജാതി എന്നുള്ള ഒരു വിശ്വാസം ഇല്ലാതായാൽ മാത്രമേ ശുദ്ധി കൈവരിക്കാൻ കഴിയൂ എന്നാണ് കവി പറയുന്നത്. ജാതി എന്നുള്ള ഈ ഒരു തത്വങ്ങളും അല്ലെങ്കിൽ ജാതിയോടുള്ള ഈ ഒരു തത്വങ്ങളും ഈ ഒരു ആചാരങ്ങളും ഇല്ലാതായാൽ മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണമായ ഒരു മനുഷ്യനായി തീരൂ എന്നാണ് കവി പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ അകവും പുറവും ജാതി ഇല്ലാതായ ഒരു ആൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നും കൂടി കവിയുടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നാം എത്ര പഠിച്ചാലും എത്ര അറിവ് ആർജിച്ചാലും ജാതിയുടെ ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെടാതെ അറിവിൻ്റെ മുഴുവൻ ശക്തിയും ഒരിക്കലും ഒരാൾക്കും കിട്ടുകയില്ല എന്നാണ് കവി പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ പൂർണ്ണമായ അറിവ് നേടി എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അകത്തു നിന്നും അതേപോലെ പുറത്തു നിന്നും ജാതി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവണം. അങ്ങനെ ഈ ഒരു ജാതി എന്ന രോഗത്തെ മുഴുവനായും ഇല്ലാതാക്കാനാണ് സഹോദരൻ അയ്യപ്പൻ ക്യൂറിങ് കാസ്റ്റിലൂടെ പറയുന്നത്. അതായത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെക്കുന്നത് പുറമേ ജാതി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ പറയുന്നവർ വെറും കാപട്യമാണ് കാണിക്കുന്നത്. മറിച്ച് അകത്തു നിന്നും കൂടി ജാതി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇല്ലാതായാൽ മാത്രമേ അവൻ പൂർണ്ണമായും ഒരു മനുഷ്യനായി തീരുകയുള്ളൂ എന്നാണ് സഹോദരൻ അയ്യപ്പൻ ക്യൂറിങ് കാസ്റ്റ് എന്നുള്ള പോയത്തിൽ പറയുന്നത്. നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠഭാഗത്തു നിന്ന് വന്നത് നോക്കാം. 2019 ഒരു എസ്സേ ക്വസ്റ്റ്യനും അതേപോലെ 1 മാർക്ക് ക്വസ്റ്റ്യനുമാണ് വന്നിരിക്കുന്നത്. എസ്സേ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൗ ഡസ് സഹോദരൻ അയ്യപ്പൻസ് പോയം ക്യൂറിങ് കാസ്റ്റ് ക്രിട്ടിസൈസ് കാസ്റ്റിസം. അപ്പോൾ കാസ്റ്റിസത്തിനെ എങ്ങനെയാണ് സഹോദരൻ അയ്യപ്പൻ്റെ ഈ ഒരു പോയം ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഇതിനെപ്പറ്റി മൊത്തത്തിലുള്ള ഒരു സമ്മറി കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അതായത് പുറമേ മാത്രമല്ല, ഔട്ട്വേർഡ് മാത്രമല്ല, ഇൻസൈഡും കൂടി നമുക്ക്
ഇല്ലാതാക്കാൻ പറ്റണം. ജാതി കാസ്റ്റിനെ ഇല്ലാതാക്കാൻ പറ്റിയാൽ മാത്രമേ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എഴുതുക. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാരഗ്രാഫ് വൈസ് ആയിട്ട് ഇതിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സഹോദരൻ അയ്യപ്പൻ്റെ ഒപ്പീനിയനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയത്തിൻ്റെ സമ്മറി എഴുതി വെക്കാം. അതേപോലെ അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പവർ ഗെയിൻഡ് ബൈ ദോസ് ഹൂ ആർ ക്യൂർഡ് ഓഫ് ദി കാസ്റ്റ് ഡിസീസ്. അപ്പോൾ എന്തൊക്കെ പവറാണ് അവർ നേടുന്നത്? ആര്? ഈ ഒരു കാസ്റ്റ് ഡിസീസിന് രോഗശമനം ഉണ്ടാക്കാനുള്ള എന്തൊക്കെ കാരണങ്ങൾ? അതിൽ പറയാനുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓൺലി ദോസ് ഹൂ ആർ കംപ്ലീറ്റ്ലി ക്യൂർഡ് ഓഫ് ദി കാസ്റ്റ് ഡിസീസ് ക്യാൻ ഒബ്സർവ് ദി ഡിഫക്ട്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ. അതിൻ്റെ ലാസ്റ്റ് ഭാഗം പറയുന്നില്ലേ, ഈ ഒരു കാസ്റ്റ് ഡിസീസ് പൂർണ്ണമായി ഇല്ലാതായാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഒരു പേഴ്സൺ ക്വാളിറ്റീസൊക്കെ നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്നാണ് അതിന് ആൻസറായിട്ട് വരുന്നത്. ഇനി 2021 ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. 2021 എസ്സേ ഇതായിരുന്നു, റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദി പോയം ക്യൂറിങ് കാസ്റ്റ് ബൈ സഹോദരൻ അയ്യപ്പൻ. അതായത് അപ്രിസിയേഷൻ എഴുതാനാണ്. അപ്പോൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്രിസിയേഷൻ എഴുതുമ്പോൾ ഒരു ടൈറ്റിൽ എന്തായാലും കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു പോയത്തിൻ്റെ പേര്, അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പോയത്തിൻ്റെ പേര്, ആരാണ് ഇതിൻ്റെ പോയറ്റ്, ആരാണ് റൈറ്റർ എന്ന് നോക്കുക. ക്യൂറിങ് കാസ്റ്റ് റിട്ടൺ ബൈ സഹോദരൻ അയ്യപ്പൻ എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ പോയത്തിനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ, ഒരു ചെറിയൊരു ഇത് കൊടുക്കുക. പോയറ്റിനെ കുറിച്ചിട്ടും ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക. അതേപോലെ തന്നെ പാരഗ്രാഫ് വൈസ് എഴുതണം അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത്. സെക്കൻഡ് പാരഗ്രാഫിൽ ഇതിൻ്റെ തീം എന്തൊക്കെയാണ്, ഇതിനുപയോഗിച്ചുള്ള പോയറ്റിക്കൽ സ്റ്റൈൽസ് എന്തൊക്കെയാണ്, എത്ര സ്റ്റാൻസേഴ്സ് ആയിട്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ഇതിൽ റൈമിങ് വേർഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ പേഴ്സണിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ, അനക്ഡോട്ട് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിറ്ററേഷൻ ഏത് ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈൻസ് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൈൻസ് കോട്ട് ചെയ്ത് തന്നെ ഇതിൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ലാസ്റ്റായിട്ട് ഇതിന് മെയിനായിട്ടുള്ള എന്ത് മെസ്സേജാണ് ഈ ഒരു പോയത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് വാല്യൂസാണ് ഇത് കൺവേ ചെയ്യുന്നത്, എന്ത് മോറൽസാണ് ഇതിലുള്ളത് എന്നൊക്കെ കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ, ഈ കവിതയെ പറ്റി, ഈ ഒരു പോയത്തെ പറ്റി നിങ്ങളുടെ യുവർ ഓൺ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അതും കൊടുക്കാം. അങ്ങനെയാണ് അപ്രിസിയേഷൻ എഴുതേണ്ടത്. ഇനി ഇതേ 2021 ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് ദി എക്സ്റ്റേണൽ ക്യൂർ ഓഫ് കാസ്റ്റ് ഡിസീസ്. അത് കാസ്റ്റ് ഡിസീസിൻ്റെ എക്സ്റ്റേണൽ ക്യൂർ, അത് പുറമേ മാത്രം അത് ഇല്ലാതായാലുള്ള ഡ്രോബാക്ക് എന്താണ് എന്നാണ് ചോദ്യം. അതിന് ആൻസറായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, എക്സ്റ്റേണൽ സൊല്യൂഷൻസ് ആർ ഷോർട്ട് ലിവ്ഡ്. അതായത് എക്സ്റ്റേണലായിട്ട് നമ്മൾ കണ്ടെത്തുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഷോർട്ടാണ്, അതൊരിക്കലും സ്ഥിരമല്ല, അത് വീണ്ടും കിളിർത്ത് വരാവുന്ന ഒരു കാര്യമാണ് എന്ന് സഹോദരൻ ഇപ്പോൾ ഫസ്റ്റ് ഭാഗത്തിൽ പറയുന്നുണ്ട്. അത് എഴുതുക. അതേപോലെ തന്നെ കാസ്റ്റ് ഡിസീസ് കുഡ് കോസ് ഫർദർ ഡാമേജ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ദി സൊസൈറ്റി. അതേപോലെ തന്നെ ഈ ഒരു ഡിസീസ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡിവിജ്വൽ ഡാമേജും അതേപോലെ സൊസൈറ്റിക്കും കൂടി ഏറ്റവും വലിയ ഡാമേജായി മാറുന്നു എന്നൊക്കെ ഒരു 1-2 ലൈനിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. ഇനി 2020 എടുത്താൽ അതിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടില്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അതിൽ വന്നിട്ടുള്ളത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് അക്കോർഡിംഗ് ടു സഹോദരൻ അയ്യപ്പൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ക്യൂറിങ് കാസ്റ്റ് ഡിസീസ്. അപ്പോൾ ക്യൂറിങ് കാസ്റ്റ് ഡിസീസിൽ സഹോദരൻ അയ്യപ്പൻ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നാണ് പറയുന്നത്. അതിൽ എഴുതേണ്ടത് സഹോദരൻ അയ്യപ്പൻ ഫസ്റ്റ്, ഇപ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്നുണ്ട്, ഇത് പുറമേ മാത്രം നമ്മൾ ഇല്ലാതാക്കിയിട്ട് കാര്യമില്ല, അകവും കൂടി നന്നാക്കണം, പുറമേ ഇല്ലാതായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ എഫക്റ്റ് ചെയ്യുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എഴുതുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എഴുതുക. ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പർ 2020 അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, വാട്ട് ആർ ദി സിംറ്റംസ് ഓഫ് ഇൻവേർട്ട്ലി ഡ്രോൺ കാസ്റ്റ് ഡിസീസ് അക്കോർഡിംഗ് ടു ദി സേജസ്. അതായത് സേജസ് ജ്ഞാനികളുടെ ഇതിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉള്ളത്, അതായത് അതിൽ പറയുന്നുണ്ട് ഉള്ളിലേക്ക് ഒതുങ്ങിയ ജാതിയുടെ മെയിൻ ലക്ഷണങ്ങളായിട്ട്, മെയിൻ സിംറ്റംസ് ആയിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സേജസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കവി പോയത്തിൽ തന്നെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അത് ഹെയ്റ്റ്, ഗോസിപ്പ് ആൻഡ് നാഷണലിസ്റ്റ് റിട്ടോറിക് ആർ ദി സിംറ്റംസ് ഓഫ് ഇൻവേർട്ട്ലി ഡ്രോൺ കാസ്റ്റ് ഡിസീസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2019, 20, 21 ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാഠത്തുനിന്ന് മേ ബി എസ്സേ ക്വസ്റ്റ്യൻസ് വരാം, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പോയം ആദ്യം ഒന്ന് കറക്റ്റായിട്ടൊന്ന് വായിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ സമ്മറി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് മൊത്തത്തിലായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ എഴുതാൻ പറ്റും.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.